ധാർമ്മിക് ടേൽസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഇന്നൊരു ഗീതാവചനം നോക്കാം. ഭഗവത്ഗീതയുടെ 18-ാം അധ്യായത്തിലെ 66-ാം ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു: സർവധർമ്മൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. കർമ്മയോഗത്തിന്റെ തത്വം എന്താണ്? ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അർജുനൻ തൻ്റെ മനസ്സിനെ ഭക്തിയിൽ അർപ്പിക്കുക, ഒരു യോദ്ധാവെന്ന നിലയിൽ തൻ്റെ ഭൗതിക കടമ നിറവേറ്റുന്നതിൽ ശരീരം പൂർണ്ണമായും അർപ്പിക്കുക. അർജുനൻ തൻ്റെ ക്ഷത്രിയ ധർമ്മം ഉപേക്ഷിക്കരുതെന്നും അതിനോടൊപ്പം ഭക്തിയും ചെയ്യണമെന്നും ഭഗവാൻ ആഗ്രഹിച്ചു. ഇതാണ് കർമ്മയോഗത്തിന്റെ തത്വം. ഇനി എന്താണ് കർമ്മസന്യാസത്തിന്റെ തത്വം? ഇപ്പോൾ ഭൗതിക ധർമ്മം പോലും ഇവിടെ നിറവേറ്റേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഈ ഉപദേശത്തെ മാറ്റിമറിക്കുന്നു. അർജുനന് എല്ലാ ഭൗതിക കടമകളും ഉപേക്ഷിച്ച് ഭഗവാനിൽ പൂർണ്ണമായും അർപ്പിക്കാൻ കഴിയും. ഇതാണ് കർമ്മസന്യാസത്തിന്റെ തത്വം. ഇവിടെ നമ്മുടെ എല്ലാ ഭൗതിക ധർമ്മങ്ങളും ഉപേക്ഷിച്ചാൽ നമുക്ക് പാപം സംഭവിക്കില്ലേ എന്ന് ഒരു ചോദ്യമുണ്ടാകാം. ഒരാൾ ഭൗതികധർമ്മം ഉപേക്ഷിച്ചാൽ അത് കടമയുടെ അവഗണന മൂലം പാപമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഒരാൾ ഭൗതികധർമ്മം ഉപേക്ഷിച്ച് ആത്മീയധർമ്മത്തിന്റെ അഭയം പ്രാപിച്ചാൽ അത് പാപമല്ല. ശ്രീമദ് ഭാഗവതം പറയുന്നു. ശ്രീകൃഷ്ണന്റെ ഈ നിർദ്ദേശം ഗ്രഹിക്കുന്നതിന് നാം ധർമ്മം എന്ന പദം മനസ്സിലാക്കേണ്ടതുണ്ട്. ധൃതി എന്ന മൂലപദത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അതായത് ധാരണ, യോഗ്യൻ അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, ചിന്തകൾ, പ്രവൃത്തികൾ. യഥാർത്ഥത്തിൽ രണ്ടു തരം ധർമ്മങ്ങളുണ്ട്: ഭൗതിക ധർമ്മവും ആത്മീയധർമ്മവും. ഈ രണ്ട് തരത്തിലുള്ള ധർമ്മങ്ങളും സ്വയം എന്ന രണ്ട് വ്യത്യസ്ത ധാരണകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നാം ശരീരമായി സ്വയം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ധർമ്മങ്ങൾ നിർണയിക്കുന്നത് നമ്മുടെ ശാരീരിക പദവികൾ, കടമകൾ, മാനദണ്ഡങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായാണ്. അതിനാൽ ശാരീരികമായ മാതാപിതാക്കളെ സേവിക്കുക, സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നിവയെല്ലാം ശാരീരിക ധർമ്മമാണ്. ഇതിനെ അപാരധർമ്മം അല്ലെങ്കിൽ ഭൗതിക ധർമ്മം എന്നും വിളിക്കുന്നു. ഇതിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ തുടങ്ങിയ ധർമ്മം ഉൾപ്പെടുന്നു. എന്നിരുന്നാലും നാം നമ്മെ തന്നെ ആത്മാവായി തിരിച്ചറിയുമ്പോൾ നമുക്ക് വർണ്ണം, അതായത് സാമൂഹിക വർഗം, ആശ്രമം, അതായത് ജീവിതത്തിലെ പദവി എന്ന ഭൗതിക പദവികളില്ല. ആത്മാവിൻ്റെ പിതാവ്, മാതാവ്, സുഹൃത്ത്, പ്രിയപ്പെട്ടവൻ, വിശ്രമസ്ഥലം എന്നിവയെല്ലാം ഭഗവാനാണ്. ആത്മാവിൻ്റെ ഈ തിരിച്ചറിവിനെയാണ് പരധർമ്മം അല്ലെങ്കിൽ ആത്മീയധർമ്മം എന്ന് വിളിക്കുന്നത്.